സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. അവതരണം സിന്ധു അശോക്. അച്ഛൻ്റെ കൈപ്പട കണ്ടപ്പോഴേ മനസ്സിലായി തനിക്കാണ് കത്ത്. മോനെ, നീ ഇത്രയിടം വരെ ഒന്ന് വരിക. രാധക്കുട്ടിക്ക് ഒരാലോചന. നിന്നോടല്ലാണ്ട് ആരോടാ പറയുക? ഓ, രാധക്കുട്ടിക്ക് വിവാഹാലോചന. പവിശങ്കറിൻ്റെ മനസ്സ് തുള്ളിച്ചാടി. അനിയത്തി സ്നേഹത്തിൻ്റെ അവതാരമാണവൾ. എന്ത് സഹനശക്തിയാണ്! അവളെ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജോലി തീർന്നു. പിന്നെ തെണ്ടാൻ പോലും തനിക്ക് സമ്മതമാണ്. വസുന്ധരാശങ്കർ തന്നെ പിരിച്ചുവിട്ടാലും പ്രശ്നമില്ല. അവൻ പോയി. രാധക്കുട്ടിക്ക് പറഞ്ഞ ചെറുക്കനെ കണ്ടു, തൃപ്തിപ്പെട്ടു. പക്ഷേ ചോദിച്ച പണം ഇത്തിരി കടന്നുപോയി. 25,000 രൂപയും 25 പവനും. അതോടെ പവിശങ്കറിൻ്റെ മനസ്സിടിഞ്ഞു. അത്രയും തുക എവിടെ നിന്നുണ്ടാകും? ഒരു 2-4 വർഷം കൂടി കഴിഞ്ഞിട്ടായാൽ അതുവരെയുള്ള സമ്പാദ്യം നോക്കാമായിരുന്നു. അതും കഴിഞ്ഞേ തൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ 4 വർഷം പ്രായം കടന്ന പെൺകുട്ടി, ഇനിയും 4 വർഷം കൂടെയോ? ഇടിഞ്ഞു വീഴാറായ ഇല്ലം, 2 കാലും നഷ്ടപ്പെട്ട ഒരച്ഛൻ. എത്രമാത്രം സുരക്ഷിതത്വമുണ്ട്? പവിശങ്കറിന് സങ്കടപ്പെടാൻ അവിടെ നിന്ന് ഒരു വാർത്ത കൂടി കിട്ടി. മനോജ് ഡോക്ടർ കൃഷ്ണകുമാറിനെയാണ് കണ്ടത്. എനിക്കെൻ്റെ മകൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പവി. ഡോക്ടർ കൃഷ്ണകുമാർ കരഞ്ഞുകൊണ്ടാണത് പറഞ്ഞത്. അവൻ എക്സാമിനേഷൻ എഴുതിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു. അവനിവിടെ വരാറില്ല. പവിക്കറിയാമല്ലോ, അവൻ്റെ മമ്മി ഒരു രോഗി കൂടിയാണെന്ന്. മനോജിൻ്റെ മമ്മി ഒരു മാനസിക രോഗിയാണ്. 5-6 വർഷം കഴിഞ്ഞു. അധികം ആരോടും മിണ്ടുകയില്ല, പുറത്തേക്ക് എങ്ങും പോവുകയുമില്ല. ശല്യമൊന്നുമില്ലാത്ത പ്രകൃതമാണ്. പാവം സ്ത്രീ. അവരുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ മകനു വേണ്ടിയാണ്. പക്ഷേ ആ മകനോ? അവൻ എന്തു പറ്റി? അനിയത്തിയുടെ ആലോചനയ്ക്കുള്ള തടസ്സവും മനോജിൻ്റെ നാശവും ഒരുപോലെ പവിശങ്കറിനെ ഉലച്ചു. അവൻ്റെ ഉത്സാഹം നശിച്ചു. ആ ഉത്സാഹക്കുറവ് വസുന്ധരാശങ്കർ ശ്രദ്ധിച്ചു. എന്തേ പവി, വീട്ടിൽ പോയിട്ട് വിശേഷം? എന്തു പറ്റി? മുകളിലത്തെ മുറിയിൽ വെച്ച് തന്നെയായിരുന്നു ചോദ്യം. ജോലിക്കാർക്കുള്ള ശമ്പളത്തിൻ്റെ ചെക്കിൽ ഒപ്പിടുവയ്ക്കാനായി എത്തിയതാണവൻ. അനിയത്തിക്കൊരു വിവാഹാലോചന, പക്ഷേ നടന്നില്ല. അവൻ്റെ സ്വരത്തിലെ പ്രകടമായ നിരാശ അവർക്ക് മനസ്സിലായി. എന്തേ തടസ്സം? 25,000 രൂപയും 25 പവൻ്റെ ആഭരണവും സ്ത്രീധനം. ഇടിഞ്ഞു പൊളിഞ്ഞ ഇല്ലത്ത് എന്ത് കണ്ടിട്ടാണാവോ ചോദ്യം? വസുന്ധരാശങ്കർ ചിരിച്ചു. ഞാൻ വളരെ ചുരുക്കിയാണ് മാഡം ചെലവ് ചെയ്യുന്നത്. എൻ്റെ കൈവശം കുറച്ച് സമ്പാദ്യമുണ്ട്, പക്ഷേ ഇത്രയും എടുക്കാനില്ല. ആകട്ടെ, പയ്യൻ ക്രിസ്ത്യാനിയോ നമ്പൂതിരിയോ? വസുന്ധരാശങ്കർ പെട്ടെന്ന് ചോദിച്ചു. പവിശങ്കർ വിളറി വിയർത്തുപോയി. അല്ല, മക്കളിൽ അവകാശം കൂടുതൽ അച്ഛനാണല്ലോ. അതുകൊണ്ട് ബ്രാഹ്മണരായിട്ട് നിങ്ങൾ വളർന്നു. പക്ഷേ സത്യമല്ലാതാകുന്നില്ലല്ലോ. അവൻ തറഞ്ഞു നിൽക്കുകയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ഇല്ലത്ത് എന്ത് കണ്ടിട്ടാ അത്രയും തുക ചോദിക്കുന്നതെന്നറിയണോ? പെൺകുട്ടി മായം കലർന്ന അന്തർജനമായതുകൊണ്ട്. പാതി ക്രിസ്ത്യാനി. മാഡം, അവൻ വിളിച്ചു. അതുകൊണ്ട് രാധക്കുട്ടിയെ കയ്യേൽക്കാൻ വരുന്നത് വലിയ വില കൂടിയ ചരക്കായിരിക്കും. വിവാഹ കമ്പോളത്തിൽ വില പറഞ്ഞ് സ്ത്രീ വാങ്ങുന്നത് പുരുഷചരക്കിനെ ആണല്ലോ. അവൻ മിണ്ടിയില്ല. തൻ്റെ അച്ഛൻ തിരുമേനി ചെയ്ത തെറ്റ് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ താലി ചാർത്തി എന്നതാണ്. അതിൻ്റെ തിക്തഫലം ഇന്ന് അനുഭവിക്കുന്നതോ താനും രാധക്കുട്ടിയും. ചെറുപ്പത്തിൽ എത്ര അവഹേളനങ്ങൾ സഹിച്ചിട്ടുണ്ട്. പാതി നമ്പൂതിരി എന്ന് വിളിച്ച് അടുത്ത ബന്ധുക്കൾ പോലും കളിയാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോലും കയറ്റത്തില്ലായിരുന്നു. മിസ്റ്റർ പവി, നീ തിരികെ ചെന്ന് നിൻ്റെ അളിയനാകാൻ പോകുന്ന ആ ചരക്കിനോട് പറയൂ വിവാഹത്തിന് സമ്മതമാണെന്ന്. അവൻ പറഞ്ഞ സ്ത്രീധനം കൊടുത്ത് അവനെ ഞാൻ വിലയ്ക്ക് വാങ്ങി രാധക്കുട്ടിക്ക് കൊടുക്കാം. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പൊയ്ക്കോളൂ പവി, പോയി വിവാഹം നടത്തിക്കോളൂ. വസുന്ധരാശങ്കർ വീണ്ടും പറഞ്ഞു. ഞാൻ പണം തരാമെന്ന്. ഞാൻ ഇത്രയും സമ്പാദിച്ചു കൂട്ടിയില്ലേ. പാപങ്ങൾ പലതും ചെയ്യുന്നു, ഇടയിലൊരു പുണ്യം കൂടിയാകട്ടെ. പവിശങ്കർ വീണ്ടും വീട്ടിലേക്ക് പോയി. മാഡം തനിക്ക് തരുന്ന പണം ഒരു ചില്ലി കാശ് ഇല്ലാതെ തിരിച്ചു കൊടുക്കണം. പവിശങ്കർ ഉള്ളിൽ തീരുമാനിച്ചത് അങ്ങനെയാണ്. രാധക്കുട്ടിയുടെ വിവാഹം കഴിയട്ടെ, പിന്നെ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം വാങ്ങിക്കണ്ട. കുറേ നാൾ കൊണ്ട് ആ പണം വീടുമല്ലോ. എന്നിട്ട് മറ്റു കാര്യങ്ങൾ. അവനെ തന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു. രാധക്കുട്ടിയുടെ വിവാഹം എടുത്തു. ആഭരണത്തിനും സ്ത്രീധനത്തിനും വേണ്ട തുക ചെക്ക് എഴുതി വസുന്ധരാശങ്കർ പവിശങ്കറിന് നൽകി. അത് തിരിച്ചു തരേണ്ടുന്ന തുകയല്ല അവർ പറഞ്ഞു. പവിശങ്കർ മുഖമുയർത്തി. തൻ്റെ മനസ്സ് അവർ വായിച്ചുവോ? കാരണം തരുന്നത് സൗജന്യമോ കടമോ അല്ലെന്ന് ചുരുക്കം. അവൻ അമ്പരപ്പോടെ നോക്കി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എൻ്റെ സന്തോഷത്തിനായി പവിശങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകനെ മനുഷ്യനാക്കുക എന്നത്. അതുകൊണ്ട് നിനക്ക് ഏറ്റവും സന്തോഷം തരുന്ന നിൻ്റെ അനുജത്തിയുടെ വിവാഹം ഞാൻ നടത്തി തരുന്നു. അത്രമാത്രം. അന്യോന്യം. ഇനി കടമില്ല, കടപ്പാട് മാത്രം. അവൻ മനസ്സിൽ പറഞ്ഞു.
കടയിലുള്ള എല്ലാവരെയും അവൻ വിവാഹത്തിന് ക്ഷണിച്ചു. മരുന്നുപെട്ടികൾ ചുമന്നു വയ്ക്കുന്ന കൂലിക്കാരെ വരെ, ഒപ്പം വസുന്ധരാശങ്കറിനെയും. നോ, ഞാൻ ഒരിടത്തും പോകാറില്ല, ഒരു വിവാഹത്തിനും. അതുകൊണ്ട് വരില്ല, അവർ തീർത്തു പറഞ്ഞു. പവിശങ്കർ എടുത്തു ചോദിച്ചു. പ്രത്യേകിച്ച് നടുവിലാർ മഠത്തിൽ അല്ലേ? പവി പോകൂ, ഞാൻ വന്നില്ലെന്ന് കരുതി നടക്കാനിരിക്കുന്ന വിവാഹം ഒരിക്കലും നടക്കില്ല. കൂടുതൽ പറയണമെന്നില്ല. ആ സ്വരം ഗൗരവത്തിലായി കഴിഞ്ഞിരുന്നു. പവിശങ്കർ പുറത്തിറങ്ങും മുൻപ് കേട്ടു. അമർത്തിയുള്ള മൂളൽ. വിവാഹം പ്രമാണിച്ച് പവിശങ്കറിന് 4 ദിവസത്തെ അവധി കിട്ടി. അതിഗംഭീരമായി തന്നെ വിവാഹം നടത്തി. അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയുണ്ട്. പവിശങ്കർ തിരിച്ചു പോന്നു. എങ്ങനെ വിവാഹാഘോഷങ്ങളൊക്കെ? വസുന്ധരാശങ്കർ ചോദിച്ചു. വമ്പിച്ച വിജയം ആയിരുന്നു. അതെ, വമ്പിച്ച വിജയമായിരുന്നു അല്ലേ? പവി സന്തോഷിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഓമന പെങ്ങളെ ഒരുവൻ്റെ ചുമലിൽ ഏൽപ്പിച്ചല്ലോ എന്ന സന്തോഷം. പക്ഷേ രാധക്കുട്ടി അവനൊരു ഭാരമാകും. അധികം വൈകാതെ അവൻ ഉണരുമ്പോൾ മുതൽ അവൻ്റെ പാദദാസിയാകുന്ന, അവൻ്റെ ഇഷ്ടത്തിന് വെച്ച് വിളമ്പിയൂട്ടുന്ന, അവൻ്റെ വികാരങ്ങളെ സംതൃപ്തിയാക്കുന്ന അവൾ അധികം വൈകാതെ അവൻ്റെ മനസ്സിൽ ഒരു വിഴുപ്പ് കെട്ടായി അർപ്പുളവാക്കും. അവിടെയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. ഇല്ലാത്ത പണം ഉണ്ടാക്കി വിലയ്ക്ക് വാങ്ങിയെടുക്കുന്നവൻ്റെ അടിമയായി കിടന്ന് അവൻ്റെ ദയയ്ക്കായി കേഴുക, ഇത്തിരി സ്നേഹത്തിനായി യാചിക്കുക. അപ്പോൾ കഷ്ടം തന്നെ. പവിശങ്കർ മിണ്ടിയില്ല. അവരോട് എന്തു പറഞ്ഞാലും അവരുടെ പ്രതികരണം ഇത്തരത്തിലുള്ളതാണ്. കൂരിരുട്ടും തൂവെള്ളയും ഒരേ നിമിഷത്തിൽ തന്നെ മനുഷ്യരൂപം കൊണ്ട് എത്തിയതാണ് ഈ സ്ത്രീ. എന്താ പവി ഒന്നും മിണ്ടാത്തത്? ഓ, ഒന്നുമില്ല. പവി സ്ത്രീധനം എത്ര കൂടുതൽ കൊടുക്കുന്നോ അതനുസരിച്ച് ആർത്തിയുടെ വലിപ്പം കൂടും. വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെടും. വരവ് നിൽക്കുമ്പോഴാണ് അടുക്കളയിലെ സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നത്. മാഡം, പവിശങ്കർ ഉറക്കെ വിളിച്ചു. മരക്കൊമ്പിൽ തൂങ്ങിയാടുന്നതും കിണറ്റിൽ ചാടുന്നതും റെയിൽവേ പാളത്തിൽ തല വയ്ക്കുന്നത് എന്തിനാടാ? 1.5 വയസ്സും 2 വയസ്സും ഒക്കെയുള്ള പിഞ്ചു കുട്ടികളെപ്പോലും മറന്ന് ആത്മഹത്യകൾ പെരുകുന്നത് എന്തിനാടാ? ജീവിച്ചു മതിയായിട്ടാണോ? ആണോ? വസുന്ധരാശങ്കറിൻ്റെ ശബ്ദം ഉയർന്നു. ആണോ? ജീവിച്ചു മതിയായിട്ടാണോ? തൻ്റെ പെങ്ങൾ, ഓമന പെങ്ങൾ, പണത്തിനോടുള്ള ആർത്തി പൂണ്ട് അവളുടെ ജീവൻ കളയുമോ താലി വെച്ചവൻ? സാർ കല്യാണത്തിന് പോയില്ലേ? രതിയുടെ ശബ്ദം തൊട്ടടുത്ത്. ഹാളിന് മുൻപിൽ വെറുതെ നിൽക്കുകയായിരുന്നു പവിശങ്കർ. കല്യാണമോ? ആരുടെ? കൃഷ്ണേന്ദുവിൻ്റെ അനുജത്തിയുടെ. അനുജത്തിയുടെയോ? അതെ, രജിതയുടെ. സാറിനെ വിളിച്ചില്ലേ? മറ്റെല്ലാവരെയും വിളിച്ചല്ലോ. എന്നെയും വിളിച്ചില്ല കേട്ടോ. ഒഴിവാക്കിയത് നമ്മളെ 2 പേരെയുമാണ്. പവിശങ്കർ ഉത്കണ്ഠയോടെ ചോദിച്ചത് മറ്റൊന്നാണ്. രജിത അനുജത്തി, അപ്പോൾ കൃഷ്ണേന്ദു വിവാഹം ചെയ്യുന്നില്ലേ? ആവോ, അതാർക്കറിയാം സാർ. അറിഞ്ഞേ തീരൂ. പവിശങ്കറിന് അതറിയാതെ വയ്യല്ലോ. എന്തു വന്നാലും വേണ്ടില്ല എന്ന് തന്നെ അവൻ തീരുമാനിച്ചുറച്ചു. 2 അറിയണം. ഈ അനിശ്ചിതത്വം പാടില്ല. പവിശങ്കറിൻ്റെ ബുള്ളറ്റ് ഒരു ദിവസം പാഞ്ഞു. ചെമ്മൺ റോഡ് കഴിഞ്ഞ് ഇടവഴിയിലൂടെ. ആഗസ്റ്റ് 15, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. മെഡിക്കൽ ഷോപ്പിന് അവധിയുള്ള ദിവസം. പഠിക്കൽ ബൈക്ക് വെച്ചിട്ടവൻ കടന്നു ചെന്നു. അമ്പരപ്പോടെ അവൻ കണ്ടു. പുതുക്കി പണിയിച്ച വീട്. മാറ്റങ്ങൾ, എല്ലാവരിലും മാറ്റങ്ങൾ. കത്തുന്ന കണ്ണുകളോടെ അവൻ്റെ മുൻപിൽ കൃഷ്ണേന്ദു നിന്നു. എന്തിനിവിടെ വന്നു? അവൾ പല്ലു കടിച്ചു. അവളുടെ കണ്ണുകളിൽ നോക്കി കാര്യമറിയാതെ പവിശങ്കർ പകച്ചു നിന്നു. പറയൂ, എന്തിനിവിടെ വന്നു? അവന് മുൻപിൽ അവൾ നിന്നു. കൃഷ്ണേന്ദു. അവളുടെ മുറിയിലായിരുന്നു ഇരുവരും. അവളിലെ മാറ്റം അവൻ ശരിക്കു കാണുകയായിരുന്നു. ചുവന്ന മുഖം, ദേഷ്യമുകയുന്ന മിഴികൾ. അവളുടെ ചോദ്യത്തിന് അതേ ശക്തിയിൽ അവൻ മറുപടി പറഞ്ഞു. നിന്നെ കാണാൻ. എന്തിന്? അതേ സ്വരം തന്നെയായിരുന്നു അവൾക്ക് വീണ്ടും. എന്തിനെന്നോ? എൻ്റെ മുഖത്തേക്ക് നോക്ക്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്നിട്ട് ചോദിക്കൂ എന്തിനെന്ന്. അവൻ്റെ സ്വരത്തിൽ വിറയൽ ബാധിച്ചു. പവി സാർ. അവളുടെ സ്വരവും വിറച്ചു. നോ, പവിയാണ് ഞാൻ, സാറല്ല. കൃഷ്ണേന്ദുവിൻ്റെ മാത്രം പവി. ഇങ്ങനെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണയെ. അവൻ്റെ സ്വരം ഉയർന്നു. എൻ്റെ മനസ്സിൽ ആദ്യമായി കടന്നു കയറിയത് നീയാണ്. നിന്നോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ, അതും ആദ്യമായി ഇപ്പോൾ. സാർ. അവളുടെ സ്വരം താഴ്ന്നു. മെല്ലെ പറഞ്ഞു. ഞാൻ വിഡ്ഢിയല്ല സാർ. മനസ്സിലായില്ല? രതി. രതി. അവളോട് പറഞ്ഞിട്ടില്ലേ? നോൺസെൻസ്. ഇതാരു പറഞ്ഞു? ആരും പറയണ്ട. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എല്ലാവർക്കും അറിയാം. സാർ വരുമ്പോഴേക്കും രതി ആർത്തി പിടിച്ചാണ് നിൽക്കുക. പവിസാറിനെക്കുറിച്ച് പറയാനേ അവൾക്ക് നേരമുള്ളൂ. എന്നിട്ടും നോൺസെൻസ് ആണോ? കൃഷ്ണയെ. പവിശങ്കർ മെല്ലെ വിളിച്ചു. എനിക്കറിയില്ലായിരുന്നു സത്യം. അവൾക്ക് എന്നോട് ഇത്തരം ഒരു വികാരമാണോ എന്നെനിക്കറിയില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ എപ്പോഴും? ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ മിണ്ടിപ്പോയാൽ ഒരേ ഒരു കാര്യമേ ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ചുക്കുമില്ല. അവൻ തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ മുൻപിൽ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ കൃഷ്ണേ. നോക്കൂ, നിനക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നാകും, തീർച്ച. ഒരു പൊട്ടിക്കരച്ചിലാണ് ഉയർന്നത്. അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണുപോയി.
അവനാകെ പരിഭ്രമിച്ചു പോയി. അന്യ വീട്, ഇവളുടെ അമ്മയും അനുജത്തിമാരും, ഈ ഒരു വാക്കിനായി ഈ ഉള്ളവൾ എത്ര കാലം കാത്തിരുന്നു എൻ്റെ ദൈവമേ. കരച്ചിലിനിടയിൽ വാക്കുകൾ തെറിച്ചു വീണു. ഇനി ഞാൻ എന്തു ചെയ്യും എൻ്റെ ഈശ്വര? കരയുന്ന അവളുടെ ചുമലിൽ അവൻ മെല്ലെ തഴുകി. പിന്നെ ഒരാവേശത്തിന് അവളെ വരിഞ്ഞു മുറുകി. കൃഷ്ണേ, അവളുടെ നെറുകയിൽ അവൻ ചുംബിച്ചു. കാതരയായി പറഞ്ഞു, കൃഷ്ണേ, നീ പറയൂ, ഏത് നിമിഷവും നിന്നെ ഞാൻ കൊണ്ടുപോകാൻ വരുന്നോ? ഈ നിമിഷം തന്നെ പോകാം. വേണ്ട വേണ്ട, പൊടുന്നനെ അവൾ ഞെട്ടിയകന്നു. വേണ്ട, ഞാൻ വരില്ല. അതെന്താ? എനിക്ക് കല്യാണം വേണ്ട. അതെന്താ? ഞാൻ വഴിമാറി അനുജത്തിയെ കെട്ടിച്ചു. ഇനിയും നിൽക്കുന്നു 3 പേർ. അവരുടെ വിവാഹം കൂടി കഴിയാതെ ഞാൻ ഭർത്തൃമതിയാകാൻ പാടില്ല സാർ. കൃഷ്ണേന്ദു വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഞാൻ കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിലും. വേണ്ട, സാറിന് രതിയാണ് യോജിച്ചത്. അത് തീരുമാനിക്കുന്നത് ഞാനാണ്. സാർ എന്നിൽ നിന്നകന്നു എന്ന് ഞാൻ കരുതി. എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നി. എനിക്കാരുമില്ലെന്ന് മനസ്സിലായി. കഞ്ഞിക്ക് ഗതിയില്ലാത്ത എന്നെ സാർ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കൃഷ്ണേ, നീ എത്ര തെറ്റിദ്ധരിച്ചു എന്നെ. ഞാൻ ആരെന്ന് നിനക്കറിയാഞ്ഞിട്ടാണ്. ഇന്ന് ഞാനീ ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ പോലും മാഡത്തിൻ്റെ വകയാണ്. അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ കഞ്ഞിക്ക് ഗതിയില്ലാത്തവൻ തന്നെയാണ് ഞാൻ. പക്ഷേ സാർ പോകൂ, സാറിന് രതിയാണ് കൃഷ്ണേന്ദുവിൻ്റെ കണ്ണുകൾ പൊട്ടിയൊഴുകിക്കൊണ്ടേയിരുന്നു. അവൾ ഏങ്ങി കരയുകയാണ്. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ സങ്കടവും തെറ്റിദ്ധാരണയും നീങ്ങിയില്ലല്ലോ. അവൾക്ക് സാറെന്ന് വെച്ചാൽ ജീവനാണ്. കൃഷ്ണേ, എന്താണ് നീ പറയുന്നതെന്ന് സത്യമായും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ട്. നീ ആ പഴയ കൃഷ്ണേന്ദു അല്ല. ഇന്ന് നീ കഞ്ഞിക്ക് ഗതിയില്ലാത്തവളല്ല. നിൻ്റെ ആസ്തി എന്തെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നും പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു പരിധിക്കപ്പുറം കടന്നാൽ എന്തും ചീത്തയാണ്. എന്തും. സാർ, എനിക്കിനി ജീവിക്കണമെന്നില്ല. ഞാൻ മടുത്തു. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ തളർന്നു വീണു. എന്നെ കൊല്ലാൻ കഴിയുമോ സാർ? ഈ കൈകൾ കൊണ്ട് മരിക്കാൻ? അതേ എനിക്കിനി ആഗ്രഹമുള്ളൂ. കൃഷ്ണേ, പറയൂ, എന്താണെങ്കിലും എന്നോട് പറയൂ. നിനക്ക് എന്തു പറ്റിയെന്ന്? നോക്ക്, നിന്നെ ഓർത്തോർത്ത് കിടന്ന് ഉറങ്ങാതെയാണ് പുലർച്ചെ എണീക്കുന്നത്. നിന്റെ അകൽച്ച എൻ്റെ ആത്മാവിനെ പോലും നൊമ്പരപ്പെടുത്തുകയായിരുന്നു. അവൻ്റെ കരങ്ങൾ അരുമയായി അവളെ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് അവൾ നിർവൃതിയിലാണ്ടതുപോലെ കണ്ണുമടച്ചു നിന്നു. അവളുടെ മുഖം കൈവെള്ളയിൽ ഒതുക്കി ആ ഈറൻ കണ്ണുകളിലേക്ക് നോക്കി അവൻ മെല്ലെ ചോദിച്ചു, ഞാൻ നിൻ്റെ ബന്ധുക്കളോട് സംസാരിക്കട്ടെ? അവൾ പിടഞ്ഞുണർന്നു. വേണ്ട വേണ്ട, അവൾ വിലക്കി. അപ്പോൾ പിന്നെ എന്നാണ് നമ്മുടെ വിവാഹം? വേണ്ട, വിവാഹം വേണ്ട സാർ. എനിക്ക് സാറിനെ കണ്ടാൽ മതി. എന്നോട് സാറിനെ വഴക്കില്ല എന്നറിഞ്ഞാൽ മതി. അവനൊന്നും മനസ്സിലായില്ല. പോകൂ സാർ, ദയവായി പോകൂ. ദൈവത്തെ ഓർത്ത് പോകൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കും മുമ്പ് പോകൂ. പവിശങ്കർ സ്തംഭിച്ചു നിന്നുപോയി. അവൻ ആ മുറിക്ക് പുറത്തിറങ്ങി. അവനൊന്നും നടുങ്ങി. മുറിക്ക് പുറത്ത് കൃഷ്ണേന്ദുവിൻ്റെ അമ്മയും അനുജത്തിമാരും ഒന്ന് വിളറി നിന്നു. പിന്നെ അവരെ കടന്ന് പുറത്തേക്കിറങ്ങി. സാറേ, അമ്മയുടെ വിളി പിന്നിൽ. പവിശങ്കർ തിരിഞ്ഞു നിന്നു. ഒക്കെ ഞാൻ കേട്ടു സാറേ. എനിക്ക് സമ്മതമാണ്. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അവർ കൂപ്പുകരങ്ങളുമായി അവന് മുൻപിൽ നിന്നു. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ കൃഷ്ണ സമ്മതിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി സാറേ? എനിക്ക് പേടി തോന്നുകയാണ്. എന്താ കാര്യം? അവൾക്ക് അവിടെ എന്തോന്നാ സാറേ ഇപ്പോൾ ജോലി? അവരുടെ ചോദ്യത്തിന് രഹസ്യഭാവം. പഴയ ജോലി തന്നെ, ക്യാഷ്യർ. എന്താ ചോദിക്കാൻ? ശമ്പളം കൂടുതലുണ്ടോ സാറേ? ഇല്ല. പിന്നെ? പിന്നെന്താ? എനിക്കറിയത്തില്ല സാറേ. അവൾക്ക് പിന്നെ എവിടുന്നാ ഇത്രയും കാശ്? കണ്ടോ, വീടൊക്കെ പണിയിച്ചു. ഞാൻ എത്ര തടഞ്ഞിട്ട് സമ്മതിക്കാണ്ട് രജിതയുടെ കല്യാണം നടത്തി. ഇനിയത്തവൾക്ക് കൂടി ആലോചിക്കുക അവളിപ്പോൾ. അവൾക്ക് കല്യാണം വേണ്ടെന്ന്. എൻ്റെ പെണ്ണിന് എന്തു പറ്റി സാറേ? അവർ പൊട്ടിക്കരഞ്ഞു. പവിശങ്കർ ഒരു നടുക്കത്തിലേക്ക് കൂപ്പുകുത്തി. എവിടെയോ പിശകുണ്ട് സാറേ. അവളുടെ സമ്മതം നോക്കണ്ട സാറേ. ഞാൻ കല്യാണം നടത്തിത്തരാം. രജിസ്റ്ററായിട്ട് നടത്താം സാറേ. അല്ലെങ്കിൽ സാറ് പറയുന്ന അമ്പലത്തിൽ ഞാൻ അവളെ എത്തിക്കാം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ സാറേ, അവർ അപേക്ഷിച്ചു. വിവാഹം എന്നത് വലിച്ചിഴക്കപ്പെടുന്ന ഒന്നാകരുത്. അടിച്ചേൽപ്പിക്കുകയും വരുത്. കൃഷ്ണയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ തയ്യാറല്ല. ഞാൻ സമ്മതം വാങ്ങിക്കാം സാറേ. ഞങ്ങൾ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരാണ്. എന്നും തമ്മിൽ കാണുന്നവർ. അവൾക്കിഷ്ടമാണെങ്കിൽ അതെന്നോട് അവൾ പറയട്ടെ. ഇടയ്ക്ക് ഒരാളിൻ്റെ ആവശ്യമില്ല. പവിശങ്കർ തൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി. അകലെ ആ ബൈക്ക് മറിയുവോളം ആ അമ്മ നെഞ്ചിൽ കൈവച്ച് അങ്ങനെ നിന്നുപോയി. എന്താണ് കൃഷ്ണേന്ദുവിന് സംഭവിച്ചത്? എത്ര തന്നെ ആലോചിച്ചിട്ടും പവിശങ്കറിന് അതിൻ്റെ സത്യം മനസ്സിലായില്ല. അവളുടെ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ എവിടെ നിന്ന് എന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല എന്ന് വന്നാൽ എന്താണതിന് പിന്നിൽ? എന്തിനാണ് ആ കണ്ണുനീർ, ആ പൊട്ടിക്കരച്ചിലൊക്കെ? രാത്രി ഇൻ്റർകോമിലൂടെ വസ്ത്രാശങ്കർ വിളിച്ചു. പവിശങ്കർ കടന്നു ചെന്നു. അവർ സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. നൈറ്റിയാണ് വേഷം. ഏതായാലും ആശ്വാസത്തോടെ അവൻ ശ്രദ്ധിച്ചു. കട്ടിയുള്ള ഫ്രില്ലുള്ള മനോഹരമായ ഒരു നൈറ്റിയാണതെന്ന്.
പുഞ്ചിരിയോടെയാണ് അവർ സ്വീകരിച്ചതും. എങ്ങനെയുണ്ട് ഉദയൻ്റെ പഠിത്തമൊക്കെ? പുരോഗമിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മറ്റു തിരക്കിലായിരുന്നു, സംസാരിക്കാൻ കഴിഞ്ഞില്ല. പഠിപ്പിക്കാൻ ഒരു മാഷെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. എന്നാലും ഒരു 3 വർഷമെങ്കിലും കഴിയാതെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൈവരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനിടയിൽ സമൂഹത്തിലേക്ക് അവനെ കൈപിടിച്ചിറക്കി ലോകം മുഴുവൻ കാണിക്കണം. 3 വർഷം, ഒരുപക്ഷെ അതിലധികവുമാവാം അല്ലേ? പക്ഷേ അത്രയും കാത്തിരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അവൻ എടുത്തു ചോദിച്ചു. അത് പവിക്ക് മനസ്സിലാവില്ല. അവരുടെ മുഖം നിരാശാഭരിതമായിരുന്നുവെന്ന് അവൻ അമ്പരപ്പോടെ അറിഞ്ഞു. പിറ്റേന്ന് 4 മണി. പാഞ്ഞു വന്ന് വസുന്ധര മെഡിക്കൽസിന് മുമ്പിൽ നിന്ന ബൈക്കിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് കടയിലുള്ളവർ അമ്പരന്നു. പവിശങ്കറിൻ്റെ ഒപ്പം അവൻ്റെ അതേ ചായയിൽ മറ്റൊരു ചെറുപ്പക്കാരൻ. കടയിലുള്ളവർ പരസ്പരം നോക്കി. ആരാണ് അയാൾ? ഗോവണി കയറി പവിശങ്കർ ഫ്ലാഷ് ഡോറിന് മുമ്പിൽ നിന്നു. ഒപ്പം ഉദയനും. ഫ്ലാഷ് ഡോർ തെല്ല് തുറന്നിട്ട് പവിശങ്കർ ഉദയനെ കണ്ണു കാട്ടി. ഞാൻ പറഞ്ഞു തന്നതുപോലെ പറയൂ. മേ ഐ കമിൻ മാഡം? ഉദയൻ ഉച്ചത്തിൽ തന്നെ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി പറഞ്ഞു. കമിൻ. അകത്തുനിന്ന് സ്വരം. ആദ്യം പവിശങ്കർ, തൊട്ടു പിന്നിൽ ഉദയൻ. മാഡം, ഇതാ മകൻ, പവിശങ്കർ പറഞ്ഞു. ഒറ്റ നിമിഷം തീയിൽ ചവിട്ടിയതുപോലെ വസുന്ധരാശങ്കർ ചാടി എണീറ്റു. യു ഡെവിൾ, ഗെറ്റ് ഔട്ട്. പവിശങ്കർ നടുങ്ങിപ്പോയി. ഇറങ്ങ് ഈ നിമിഷം. പോകൂ. അവർ വെളിയിലേക്ക് വിരൽ ചൂണ്ടി. ആ സ്വരം വല്ലാതെ ഉയർന്നു. പവിശങ്കർ തിരിഞ്ഞു നടന്നു. ഗോവണി വഴി ഓടിയിറങ്ങുന്ന പവിശങ്കറിൻ്റെ ഒപ്പമെത്താൻ ഉദയൻ പാടുപെട്ടു. ഓടിയിറങ്ങിയ പവിശങ്കർ ബൈക്കിനടുത്തേക്കാണ് പാഞ്ഞത്. കയറിയിരിക്കൂ, അവൻ ഉദയനോട് ആജ്ഞാപിച്ചു. ചേട്ടാ, അവർ ആരാ ചേട്ടാ? ഞാൻ പേടിപ്പിക്കുന്ന പെമ്പറുന്നവരാരാ ചേട്ടാ? ഉദയൻ ചോദിച്ചു. പവിശങ്കർ മിണ്ടിയില്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നിൽ ഉദയൻ കടന്നിരുന്നു. ആ ബൈക്ക് അവിടെ നിന്ന് പറന്നകന്ന അതേ നിമിഷത്തിൽ ഇൻ്റർകോം ശബ്ദിച്ചു. മിസ്റ്റർ പവിശങ്കർ, ഉടൻ വരാൻ പറയൂ. മാഡം, പവിസാർ ബൈക്കിൽ പൊയ്ക്കഴിഞ്ഞു. ഒപ്പം മറ്റൊരാളുമുണ്ട്. മൈ ഗോഡ്, പൊയ്ക്കഴിഞ്ഞു. അത്യന്ത നിരാശ നിറഞ്ഞ സ്വരം. അറ്റൻഡ് ചെയ്തിരുന്ന ഗായത്രി അതിശയിച്ചു. ഇത്ര നിരാശയുണ്ടാവാൻ എന്തേ കാരണം? തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഗായത്രി കണ്ടു. വസുന്ധരാശങ്കർ ഓടിയിറങ്ങി വരുന്നു. അടുത്ത നിമിഷത്തിൽ അവരുടെ കാർ സ്റ്റാർട്ടായി. അത് ഇരമ്പിപ്പാഞ്ഞു. പവിശങ്കറിൻ്റെ ബൈക്കിനെ ലക്ഷ്യം വെച്ചാണ് ആ കാർ പാഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശരിയാണ്, വസുന്ധരാശങ്കറിൻ്റെ ലക്ഷ്യം ആ ബൈക്ക് തന്നെയാണ്. അവർ കഴിയുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു. വഴിക്കെങ്ങും ആ ബൈക്ക് കാണുന്നില്ല. അവസാനം ഉദയൻ്റെ വീട്ടുപടിക്കൽ വരെ എത്തി. പക്ഷേ ആ ബൈക്ക് കണ്ടില്ല. അതിലുണ്ടായിരുന്ന യാത്രക്കാരെയും. അവർ കാർ തിരിച്ചു വന്ന വഴിക്ക് വിട്ടു. പവിശങ്കറിൻ്റെ ബൈക്ക് ചെന്ന് നിന്നത് പാർക്കിൻ്റെ ഗേറ്റിങ്ങിലാണ്. അയ്യോടാ എന്തോരം പൂക്കള്, അയ്യോടാ എന്തോരു ശേല്. ഉദയന് വളരെ ഉത്സാഹമായി. അവൻ കൈ നീട്ടി ഒരു റോസാപ്പൂ പൊട്ടിക്കാൻ കൈ നീട്ടി. പവിശങ്കർ നടക്കുകയാണ്. അവന് പിന്നാലെ 4 പാടും മിഴിച്ചു നോക്കിക്കൊണ്ട് ഉദയൻ നടന്നു. അകത്തേക്ക് കടന്ന ഒരു സിമെൻറ്റ് ബെഞ്ചിൽ പവിശങ്കർ മലർന്നു കിടന്നു. ഉദയൻ ഒരു പൂത്തുമ്പിയെ പോലെ അവിടെ ഇവിടെയായി നടക്കുകയും ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യുകയാണ്. ഒറ്റക്കാലിൽ ചാടി നോക്കി വളർന്നു പടർന്ന വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടി. പവിശങ്കർ അവനെ ശ്രദ്ധിച്ചില്ല. അവൻ്റെ മനസ്സാകെ പ്രക്ഷുബ്ധമായി കഴിഞ്ഞിരുന്നു. വലിയ ഒരാഘാതമാണ് അവന് കിട്ടിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണം. എത്ര പാടുപെട്ടാണ് ഈ കൂടിക്കാഴ്ച തയ്യാറാക്കിയത് തന്നെ. നോക്കൂ, ഉദയൻ്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മ മരിച്ചിട്ടില്ല, പവിശങ്കർ അവനോട് പറഞ്ഞു. ഒന്നോണ ഉദയൻ വിശ്വസിച്ചില്ല. സത്യം, ഞാൻ ഉദയനോട് കള്ളം പറയുമോ? അതില്ല, എന്നാ സത്യം തന്നെ. നല്ല ഒരമ്മ. ഉദയനെ എന്തിഷ്ടമാണെന്നോ? അല്ല, ചീത്തയാ. എന്നെ ഇട്ടേച്ച് പോയില്ലേ, അതുകൊണ്ട് അച്ഛൻ എന്നും എന്നെ തല്ലിയില്ലേ? അമ്മ ചീത്തയല്ല ഉദയൻ, എനിക്കറിയാം. ഉദയനെ കാണാഞ്ഞിട്ട് കരയുക, പാവം. സത്യം? അതെ. എപ്പോഴും കരയോ? അതെ. അയ്യോ കഷ്ടം. ഇനി എന്തോ ചെയ്യും? ഉദയൻ അമ്മയെ കാണണം. എങ്കിൽ ശരി, നമുക്ക് പോകാം. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. ഞാൻ പറയും പോലൊക്കെ പറയണം. ഏറ്റോ? ആ, ഏറ്റു. എന്നെ എപ്പോഴാണ് കൊണ്ടുപോകാം. സമയം കിട്ടുമ്പോൾ ഞാൻ വരാം. അങ്ങനെയായിരുന്നു ആ പോക്ക്. ഒളിച്ചു നിന്ന് മാത്രം കണ്ടിട്ടുള്ള മകനെ നേരിൽ കാണുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. പവിശങ്കർ അങ്ങനെ കണക്ക് കൂട്ടി. ഓർക്കാപ്പുറത്തൊരു വലിയ സർപ്രൈസ്. അവർ അന്തം വിടും. പിന്നെ ഓടി വന്ന് മകനെ വാരി പുണരും. അങ്ങനെയായിരുന്നു ഭാവനകൾ. പക്ഷേ എല്ലാം തകർന്നു ഒറ്റ നിമിഷം കൊണ്ട്. അവർക്കെന്ത് സംഭവിച്ചു? ഭ്രാന്തായിരുന്നോ ആ നിമിഷത്തിൽ? അതെ, ഭ്രാന്ത് തന്നെ. ഉദയനെ അവരൊന്നും നോക്കിയതുപോലുമില്ല. മകൻ്റെ പേരിൽ അവർ കാട്ടുന്ന ശ്രദ്ധയും ഉത്കണ്ഠയും അഭിനയമാണ്. വിഡ്ഢി, താനൊന്നും അറിഞ്ഞില്ല. തന്നെ അവർ പറ്റിച്ചു. ചേട്ടാ, തുള്ളിച്ചാടുന്ന ഉദയൻ പവിശങ്കർ കിടക്കുന്ന സിമെൻറ്റ് ബെഞ്ചിൽ അരികിലെത്തി. അവരേതായിരുന്നു ചേട്ടാ? ആ ഒച്ച വെച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ പെമ്പ്രനോത്തി.
ഉദയൻ തൻ്റെ സംശയവുമായി പവിശങ്കറിൻ്റെ അടുത്ത് വീണ്ടും എത്തി. പറഞ്ഞേ ചേട്ടാ, അവരെന്തിനാ നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അമ്പടാ, ആ കണ്ണങ്ങ് മിഴിച്ചപ്പോൾ ഞാനങ്ങ് പേടിച്ചു. മനുഷ്യരുടെ വികാര വിചാരങ്ങൾക്കപ്പുറം എത്തി നിൽക്കുന്ന വെറുമൊരു കല്ലാണ് ആ സ്ത്രീ. പവിശങ്കർ പറഞ്ഞു. എന്തോന്ന് ഉദയന് മനസ്സിലായില്ല. അവരാണ് നിൻ്റെ അമ്മയെന്ന് പവിശങ്കർ ഉറക്കെ പറഞ്ഞു. ആ പെമ്പർനോത്തിയോ? അയ്യോടാ, അവരാണോ എൻ്റെ അമ്മ? അവർ പാവമാണെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? എന്നെ കാണാൻ കരയുകയാണെന്നും ചേട്ടൻ പറഞ്ഞില്ലേ? പവിശങ്കർ മിണ്ടിയില്ല. അയ്യോ, ആ അമ്മയെ എനിക്ക് വേണ്ട. കണ്ടപ്പോഴേ ഞാനങ്ങ് പേടിച്ചു. എനിക്കിഷ്ടമല്ല. അവർ ചീത്തയാ. അടുത്ത് നിന്ന ചെടികളോടും പൂക്കളോടും പറന്നോ അടുത്തെത്തിയ ചിത്രശലഭത്തോട് പോലും ഉദയൻ ആവർത്തിച്ച് പറഞ്ഞു. അയ്യോ, എൻ്റെ അമ്മ ഭയങ്കരിയാ. കണ്ണ് മിഴിച്ച് ഇങ്ങനെ കാട്ടി. എന്തൊരു ശബ്ദ! അയ്യോ, എനിക്കിഷ്ടമല്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന മട്ടായിരുന്നു പവിശങ്കറിന്. ഓർക്കാപ്പുറത്ത് മകനെ മുൻപിൽ കാണുമ്പോൾ അവർ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടും. അതിന് വഴിയൊരുക്കിയ തന്നോട് പ്രത്യേക സ്നേഹം തോന്നും. അതായിരുന്നു കണക്കുകൂട്ടൽ. രാത്രി നന്നേ ഇരുട്ടിയതിന് ശേഷമാണ് പവിശങ്കർ ഉദയനെ അവൻ്റെ വീട്ടിലെത്തിച്ചത്. തിരികെ വന്ന വഴിക്ക് അവൻ ബാറിൽ കയറി. അന്ന് ആദ്യമായി അവൻ കുടിച്ചു. മറക്കണം എല്ലാം. ഇന്ന് ലഭിച്ചത് അത്രയ്ക്ക് വലിയ ഒരടിയായിരുന്നു. രാഗസുധയുടെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അപ്പോഴും അവൻ കണ്ടു, പോർച്ചിലൊരു ശിലാബിംബം പോലെ ഗേറ്റിങ്കിലേക്ക് കണ്ണുകൾ നട്ടു നിൽക്കുന്ന വസ്ത്രാശങ്കർ. അവൻ ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല. ബൈക്ക് നേരെ ഔട്ട് ഹൗസിന് മുമ്പിൽ നിന്നു. അവൻ വാതിൽ തുറന്ന് അകത്ത് കടന്നു. പിന്നെ ശക്തിയായി വാതിലടച്ചു. ഡ്രസ്സ് മാറാൻ പോലും നിൽക്കാതെ ബെഡിലേക്ക് വീണു. പുലർച്ചെ ഇൻ്റർകോം ശബ്ദിച്ചു. വസ്ത്രാശങ്കർ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൂരമായ ഒരു അവഗണന സഹിക്കുന്നത്. തറപ്പിച്ച സ്വരം. നീ എൻ്റെ ബോസാകാൻ ശ്രമിക്കുന്നു. മാഡം, ബോസ് എന്ന പദം ഞാൻ ബിസിനസ് പ്രശ്നങ്ങളിൽ കൈകടത്തുകയാണെങ്കിൽ മതി. എനിക്കെല്ലാം ബിസിനസ്സാണ്. അതെനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ഒത്തിരി അമിത സ്വാതന്ത്ര്യം കാട്ടി ക്ഷമ ചോദിക്കുന്നു. അങ്ങേയറ്റം നിശബ്ദം. ചെവിക്കുള്ളിൽ ടക്ക് എന്ന സ്വരം. അവനാകെ അമർഷമായിരുന്നു. ഇന്നലെ പാതിരാത്രിക്ക് പോർച്ചിൽ നിന്നിരുന്ന അവരെ തൊഴാതെ പോയിട്ടായിരിക്കാം. എങ്കിൽ അങ്ങനെ തന്നെ നേരിടുക തന്നെ. പിരിച്ചുവിടുമായിരിക്കും. ഇത്തരം ഒരുവളുടെ പീയെ ആകാതിരിക്കുന്നതാണ് നന്ന്. ഏത് നിമിഷവും ദേഷ്യവും ആട്ടിയിറക്കലും. പക്ഷേ പെങ്ങളുടെ സ്ത്രീധന തുകയ്ക്ക് അവരോട് കടപ്പാടുണ്ടായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേണ്ടി വന്നാൽ ഇല്ലം വിൽക്കും. ബാക്കി എങ്ങനെയും ഉണ്ടാക്കും. എന്നിട്ട് ആ കടം വീട്ടും. എന്നാലും അതിൻ്റെ പേരിൽ ആട്ടുകൊള്ളാൻ വയ്യ. അവരേതോ പഴയ കാലഘട്ടത്തിലെ വിശിഷ്ടയായ പൃഥ്വി. താനോ അവരുടെ വിനീതദാസൻ. ഇതായിരിക്കും അവരുടെ ഭാവം. അഭിമാനം വല്ലാതെ വ്രണപ്പെടുന്നു. അത് ഒരു സ്ത്രീയുടെ, ഒരു ദുർനടത്തക്കാരിയുടെ, കൊലപാതകിയുടെ മുമ്പിൽ. 2 കൊലപാതകങ്ങൾ. താലി കെട്ടിയ പുരുഷനെ, നിരപരാധിയായ ഒരു പെൺകുട്ടിയെ. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ നടത്തിയ കൊലപാതകം. ആർക്കും ഒന്നും ചെയ്യാനാവില്ല. താൻ ചെന്നു പറഞ്ഞാൽ തനിക്ക് കിറുക്കാണെന്ന് നിയമം പറയും. പൊട്ടാസി സയനൈഡ് പുരട്ടിയ ഗുളികകളാണ് സൂസൻ കഴിച്ചത്. ആസ്മയ്ക്ക് ആ ഗുളികകളുടെ ബ്ലിസ്റ്റർ കവർ പൊളിച്ച് അതിൽ സയനൈഡ് മുക്കിയെന്ന് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? എന്നാൽ സൂസൻ്റെ മൃതദേഹത്തിനടുത്തു നിന്നും കിട്ടിയ ഒഴിഞ്ഞ 2 കവറുകളിൽ ഒന്നിൽ സയനൈഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. സൂസൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുതന്നെ പറയുന്നു. എന്നാൽ മാഡം കൊടുത്ത ബാക്കി ഗുളികളിലൊന്നും അതിൻ്റെ അംശമില്ല. താൻ 10 ഗുളികൾ അടങ്ങിയ ഒരു സ്ട്രിപ്പാണ് നൽകിയതെന്ന് മാഡം പറയുന്നു. ആ 10 ഗുളികളും സൂസൻ്റെ മേശമേൽ ഉണ്ടായിരുന്നു താനും. സൂസൻ്റെ അപ്പൻ്റെ മൊഴി മാത്രമാണ് സംശയം. സംശയാസ്പദമായി ചോദിക്കാനെത്തിയ സബ് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ത്? തോമസിന് മാനസിക വിഭ്രാന്തിയാണെന്ന്. പവിശങ്കർ പുഞ്ചിരിച്ചു. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അവർ അതിവിദഗ്ധയാണ്. അവർ ഒരു കൊള്ളക്കാരി ആകേണ്ടിയിരുന്നു. ജീവിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ രക്ഷപ്പെടുക. പക്ഷേ എങ്ങോട്ട്? പവിശങ്കർ വേഗം കുളിച്ചു ഡ്രസ്സ് ചെയ്തു. പിന്നെ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. വസുന്ധര മെഡിക്കൽസ്. അവൻ ആ ബോർഡ് വീണ്ടും വീണ്ടും വായിച്ചു. ആ വാക്കുകൾ ഓരോന്നും സർപ്പങ്ങളായി പുളയുന്നു. അവൻ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി ഹെൽമെറ്റുമായി ഹാളിലേക്ക് നടന്നു. കൃഷ്ണേന്ദു ഉണ്ട്. അടുത്ത് ചെന്നു. മുകളിലേക്ക് പോവുകയാണ്. തിരികെ ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കും, ഇറങ്ങി വരണം. കനത്ത സ്വരം. കൃഷ്ണേന്ദു പകപ്പോടെ മുഖമുയർത്തി. എങ്ങോട്ടെന്നായിരിക്കും? ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലേക്കുമാകാം. അവൻ കനത്ത കാൽവയ്പോടെ നടന്നു. കോവണിപ്പടിക്ക് താഴെ രതി. അവൻ ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല. മുകളിലേക്ക് കടന്നു. തൻ്റെ മുറിയിൽ കാത്തിരുന്നു. അന്ന് വളരെ വൈകിയാണ് വസ്ത്രാശങ്കർ എത്തിയത്. അവൻ മുറിയിലേക്ക് കടന്നു ചെന്നു. കൈക്കുള്ളിൽ മടക്കി പിടിച്ചിരുന്ന പേപ്പർ നീട്ടി. അവരത് വാങ്ങി നോക്കി. രാജിക്കത്ത്. വസ്ത്രാശങ്കറിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. പുരുകം വളഞ്ഞു. മുഖം ചുവന്നു. രാജി. അവരുടെ സ്വരം ഉയർന്നു. രാജി. വസ്ത്രാശങ്കർ മുഖത്തു നിന്നും കണ്ണട മാറ്റി അവനെ പകച്ചു നോക്കി. ആ സ്വരം അമർന്നിരുന്നു. അതെ. പവിശങ്കർ അക്ഷോഭ്യനായിരുന്നു. എന്തിന്? പിരിച്ചുവിടാനുള്ള നോട്ടീസ് തയ്യാറാക്കിയിരിക്കുമല്ലോ. കൈപ്പറ്റി മുൻപ് രാജി വെക്കുന്നതാണ് അന്തസ് എന്ന് തോന്നി. അന്തസ്? എൻ്റെ മുൻപിൽ തന്നെ വേണോ ഈ ദുരഭിമാനം? മധ്യവയസ്കയായ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ച നിൻ്റെ അന്തസ് എന്തെന്ന് ഞാൻ പറഞ്ഞു തരണോ? പവിശങ്കറിന് ഉത്തരം മുട്ടി.
അന്തസ് പോലും. ഞാനൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയാൽ ഭരിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല അല്ലേ? അതാണ് സത്യം. എൻ്റെ സ്ഥാനത്തൊരു പുരുഷനായിരുന്നുവെങ്കിൽ നീ സ്തുതി പാടി പിന്നിൽ കൂടുമായിരുന്നു. മാഡം, എനിക്ക് പോകണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, പൊയ്ക്കൊള്ളൂ. ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, ഒരാൾ കൂടിയുണ്ട്. അറിയാം, കൃഷ്ണേന്ദു അല്ലേ? അവരുടെ മുഖത്ത് ചിരി പടർന്നു. പരിഹാസച്ചിരി. അതവന് മനസ്സിലായി. അവൻ മുഖമുയർത്തി. തൻ്റെ മനസ്സുപോലും അവർ വായിക്കുന്നു. എങ്ങോട്ടാണ് പോവുക? അവർ ചോദിച്ചു. ഇതൊക്കെ ഇവരെന്തിനറിയണം? ഇതൊക്കെ തൻ്റെ പേഴ്സണൽ കാര്യം. പവിശങ്കറിന് അരിശം പൊടിച്ചു. ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത്? എങ്ങോട്ടെങ്കിലും. തൽക്കാലം വസ്ത്രശങ്കറിൻ്റെ കണ്ണുകൾ എത്തുകയില്ലാത്തിടത്തേക്ക് അല്ലേ? അവർ ചോദിച്ചു. അവൻ പകച്ചു നിന്നു. അതെന്തിന്? ഞങ്ങൾ ഒളിച്ചോടുകയല്ലല്ലോ. അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ രാജി തന്നു കഴിഞ്ഞു. കൃഷ്ണേന്ദുവും തരും. അവൻ തറപ്പിച്ചു പറഞ്ഞു. തീർച്ച? അതെ. കൃഷ്ണേന്ദു സമ്മതിച്ചോ? സമ്മതിക്കും. ആ പ്രതീക്ഷയ്ക്ക് എന്ത് സ്ഥാനം? തീർച്ചയുണ്ട്, അത് പറയൂ. ഉണ്ട്. നോ, കൃഷ്ണേന്ദു രാജിവെക്കില്ല. വസുന്ധര പറയുന്നു. രാജിവെക്കില്ല. പവിശങ്കറിൻ്റെ ഒപ്പം വരില്ല. മാഡം, അവൻ്റെ വിളി ഉയർന്നു. യെസ്. ഒരു പെണ്ണിൻ്റെ മനസ്സ് പിടിച്ചെടുക്കാൻ പവിക്ക് കഴിഞ്ഞില്ല. അവളെ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. കഷ്ടം. കനകത്തെ വലിച്ചെറിഞ്ഞ് കരിങ്കട്ട തപ്പിപ്പിടിക്കാൻ വിഡ്ഢികളെ ശ്രമിക്കൂ. അതിന് മറുപടി പറയുകയല്ല അവൻ ചെയ്തത്. അവനാകെ ദേഷ്യം പിടിച്ചിരുന്നു. പോക്കറ്റിൽ നിന്നും ഔട്ട് ഹൗസിൻ്റെയും ബൈക്കിൻ്റെയും കീ എടുത്ത് അവൻ മേശമേൽ വെച്ചു. മാഡം, ഇതാ, എനിക്ക് പോകണം. PAയും ക്യാഷ്യറും ഒരേ സമയം എനിക്ക് നഷ്ടപ്പെടുക. അങ്ങനെ എന്നെ വെള്ളം കുടിപ്പിക്കാമെന്ന് കരുതിയല്ലേ? തികച്ചും ഗൗരവസ്വരം. മാഡം, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഈ വക ഉദ്ദേശമൊക്കെ എന്തിന്? വെറുതെ കെട്ടിച്ചമയ്ക്കുന്നു. ഞാൻ പോകുന്നു. കൃഷ്ണേന്ദു, ഞാൻ ഇഷ്ടപ്പെടുന്നവൾ, എന്നോടൊപ്പം പോരുന്നു. ഇതിലെന്ത് ചതിയാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല, അവൻ പറഞ്ഞു. വെറുതെ എന്തിന് ഈ കുറ്റാരോപണം? നല്ല മനസ്സോടെ യാത്ര ചോദിക്കുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയുമില്ലേ ചില കാര്യങ്ങൾ? അവർ ചോദിച്ചു. എന്ത് കാര്യങ്ങൾ? ഇരിക്കൂ. അവൻ അറച്ചു നിന്നു. മിസ്റ്റർ പവിശങ്കർ, ഇരിക്കൂ. മുൻപിൽ കിടന്ന കസേരകളിലൊന്നിൽ അവൻ ഇരുന്നു. അവൻ്റെ മുഖമാകെ പ്രക്ഷുബ്ധമായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചതല്ല, കൊന്നതാണ് ഞാൻ. കാർ കയറ്റി. പൊടുന്നനെ അവർ പറഞ്ഞു. ആ പ്രത്യേക നിമിഷത്തിൽ അവരത് പറഞ്ഞപ്പോൾ പവിശങ്കർ അറിയാതെ ഞെട്ടിപ്പോയി. ഈ കടയിലെ സെയിൽസ് ഗേൾ സൂസൻ തോമസ് മരിച്ചു. ഗിൽറ്റിട്ട കവറഴിച്ച് ഒരു ഗുളികമേൽ പൊട്ടാസ്യം സയനൈഡ് പുരട്ടി പഴയതുപോലെ ഒട്ടിച്ച് പാക്ക് ചെയ്തത് ഞാനാണ്. മിസ്റ്റർ തോമസ് ഇവിടെ വന്നപ്പോൾ നിന്നോട് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞ് നീ പോയില്ല. നടന്നതൊക്കെ നീ കണ്ടു കേട്ടു. വസുന്ധരാശങ്കർ അവനെ തന്നെ തറച്ചു നോക്കി. അവൻ്റെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറിയിരുന്നു. നിന്നോടായ രഹസ്യങ്ങൾ പറഞ്ഞതും നിന്നിൽ നിന്നും മറച്ചു വെക്കാതിരുന്നതും എന്തിനാണെന്നറിയാമോ? അപ്പോഴും അവൻ മിണ്ടിയില്ല. ഒരിക്കലും നീ പോകില്ലെന്ന് കരുതി. നിനക്ക് പോകാനാവില്ലെന്ന് കരുതി. നിന്നെ ഞാൻ എന്നെപ്പോലെ വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷേ നീ ഇപ്പോൾ പോകാനിറങ്ങി രാജിവെച്ചു. എന്താ കാര്യം? നീ എൻ്റെ PA ആണ്. നിൻ്റെ അഭിപ്രായങ്ങൾ കൊള്ളാവുന്നതാണെങ്കിൽ മാനിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ നീ പറയുന്നതും നീ പ്രവർത്തിക്കുന്നതും അതുപോലെ അംഗീകരിച്ച് ശരിവെക്കാൻ വസുന്ധരയ്ക്ക് കഴിയില്ല. കാരണം ഐ ആം യുവർ ബോസ്. അവർ തന്നെ തുടർന്നു. ഉദയൻ എൻ്റെ മകനാണ്. അവൻ പഠിച്ച് മിടുക്കനായിട്ട് എനിക്ക് അവനെ കണ്ടാൽ മതി. എൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയായിട്ട് ഞാൻ അവനെ തിരിച്ചെടുത്തുകൊള്ളാം. മിസ്റ്റർ പവി, അവനെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നിമിഷവും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ വസുന്ധരയ്ക്ക് അവകാശമുണ്ട്. ബട്ട് അതുപോരാ. ഇന്ന് അവൻ്റെ അമ്മ ചീത്തയായ ഒരു സ്ത്രീയാണ്. അവനെ നേരിൽ കാണുന്ന ആദ്യ നിമിഷം തന്നെ അവൻ്റെ അമ്മ ആരായിരുന്നുവെന്ന് എങ്ങനെ നഷ്ടപ്പെടുത്തണം? അവൻ്റെ മനസ്സ് എന്നെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ മകളനായി ഞാൻ സ്വീകരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് കരുതും. ഇപ്പോൾ അവനോട് അവൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എന്തു മനസ്സിലാകും? ഒന്നുമില്ല, വെറും വട്ടപൂജ്യം. അതുകൊണ്ട് ഇന്നലെ എനിക്ക് അങ്ങനെ പെരുമാറേണ്ടതായി വന്നു. അതിൻ്റെ പ്രതിഷേധമാണ് ഈ രാജിയല്ലേ? അവർ ചിരിച്ചു. പക്ഷേ വണ്ടി, എൻ്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ് നിന്നെ ഞാൻ പുറത്തു വിടുമോ? പറയൂ, വിടുമോ? മാഡം, അവൻ്റെ സ്വരം അമർന്നുപോയി. നീ എന്നെ ഒറ്റ കൊടുക്കുകയില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? മാഡം, ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യമായും പവിശങ്കറിൻ്റെ കണ്ണുകളിൽ ഭീതി പരന്നു. പവിശങ്കർ വസുന്ധര മെഡിക്കൽസിൽ നിന്നും പോകുന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. എനിക്ക് പോകണം, ഞാൻ പോകും, അവൻ ഉറക്കെ പറഞ്ഞു. നടക്കില്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയണമെന്നില്ല. ബട്ട് വൺ തിങ്, നീ പറഞ്ഞു അടുത്ത കാര്യം നല്ലത്. ഒരു കൂട്ട് വേണമെന്ന് തുടങ്ങിയാൽ വൈകാതെ നടത്താം. അത് നല്ലതാണ്. പെങ്ങളുടെ മാര്യേജ് കഴിഞ്ഞു, ചുമതല കഴിഞ്ഞു. സ്വന്തമായി ജീവിതം കെട്ടിപ്പടുക്കാൻ ഇനി വൈകണമെന്നില്ല. അതിന് നിനക്ക് പറ്റിയ പെൺകുട്ടി ഈ മെഡിക്കൽ ഷോപ്പിൽ തന്നെയുണ്ട്. കൃഷ്ണേന്ദു അല്ല, രതി. 22 വയസ്സ് പ്രായം, ചുണക്കുട്ടി, മിടുമിടുക്കി. നിങ്ങൾ നല്ല ജോഡികളായിരിക്കും. മാഡം, പവിശങ്കർ ചാടി എണീറ്റു.
എന്തു പറഞ്ഞു? എനിക്ക് യോജിച്ചവൾ രതിയാണെന്നോ കൃഷ്ണേന്ദു അല്ലെന്നോ? അതെ, എന്താ സംശയം? വസുന്ധരാശങ്കർ ചിരിക്കുകയാണ്. മുഖമടച്ച് ഒരടി കൊടുക്കാനാണ് അവന് തോന്നിയത്. അത് വയ്യാത്തതിൻ്റെ നിസ്സഹായതയിൽ അവൻ ചീറി. മാഡം, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകൻ്റെ മുഖച്ഛായയുള്ളതാണ് എൻ്റെ മേലുള്ള ദൗർബല്യമെന്ന്. യെസ്, അതായത് ഉദയൻ്റെ സ്ഥാനത്താണ് മാഡം എന്നെ കാണുന്നതെന്ന്. യെസ്, അപ്പോൾ ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് എന്നോടുണ്ട്. നോവൽ വീണ്ടും നാളെ തുടരും.